ഹലോ ഗായ്സ്, പഠിക്കാൻ പോകേണ്ട സമയത്ത് പഠിച്ചില്ലെങ്കിൽ ഇങ്ങനെ വീട്ടിൽ പഴവും തിന്ന് ബോറടിച്ചുകൊണ്ടിരിക്കാം. സംഭവം എനിക്ക് നല്ല വയ്യായിരുന്നു, വയറുവേദനയായിരുന്നു. അപ്പം ഇന്ന് സ്കൂളിലൊന്നും പോകാൻ പറ്റിയില്ല. ഞാനൊക്കെ ആദ്യം രാവിലെ എണീറ്റപ്പോൾ ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് കരുതി. പക്ഷെ പിന്നീട് നല്ല വിഷമിച്ചു. പിന്നെ എനിക്ക് അമ്മ പഴം കൊണ്ടുവന്ന് തന്നു, അത് കഴിച്ചു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പം കട്ട്ലറ്റ് കൊണ്ടുവന്ന് തന്നു, അതും കഴിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ സ്കൂളിൽ പോകണ്ട എന്ന് തോന്നും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ പോയാൽ മതി ആ ഒരു രീതിക്ക് തോന്നും. പിന്നെ ഇന്ന് നമ്മളൊരു സ്റ്റഡി വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, എനിക്ക് ട്യൂഷൻ ക്ലാസ്സിൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന 9-ാം തീയതിയാണ്. അപ്പം ബയോളജി ഉണ്ട്, അതിൽ സുവോളജി ഞാൻ ഒരുവിധം പഠിച്ചു. ഇനി എനിക്ക് ബോട്ടണി കൂടെ കവർ ചെയ്യണം. നല്ലോണം ഉണ്ട്, ഞാൻ കണ്ടില്ല ബാക്ടീരിയ അവിടെ ഒക്കെ കിടക്കുന്നേ ഉള്ളൂ, അങ്ങോട്ടൊന്നും എത്തിയിട്ടില്ല. അപ്പം അത് നല്ലോണം ഒന്ന് പഠിച്ച് കവർ ചെയ്യാമെന്ന് കരുതി. അപ്പം ഇന്ന് എനിക്ക് ബോട്ടണി ഫുള്ള് പഠിച്ച് കവർ ചെയ്യണം. പിന്നെ ഫിസിക്സ് കവർ ചെയ്യണമെന്നുണ്ട്. കാരണം ഫിസിക്സ് മോഷൻ സ്ട്രൈറ്റ് ലൈൻ അത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. മോഷനിൻ്റെ പ്ലെയിൻ അധികം പഠിച്ചിട്ടില്ല. ഞാൻ കുറേ ക്ലാസ്സിൽ ആബ്സെൻ്റായി. അപ്പം ഇന്ന് ഞാൻ ബോട്ടണി കവർ ചെയ്ത് ബോട്ടണി കുറേ ഇരുന്ന് വെച്ച് പഠിച്ചുകൊണ്ടിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് വിശന്നു. എന്നെപ്പോലെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്ന ആരെങ്കിലും ഉണ്ടേ എന്ന് പറയണേ. പിന്നെ വിശന്നപ്പം ഞാൻ കുറച്ച് ആപ്പിളും അതേപോലെ ചെറുപഴവും കട്ട് ചെയ്ത് പഞ്ചസാരയൊക്കെ ഇട്ട് അതൊക്കെ ഇരുന്ന് കഴിച്ചു. കണ്ടില്ലേ ഞാൻ ഇരുന്ന് കഴിക്കുന്നത്? അത്രയും വിശന്ന്. സംഭവം സ്പീഡ് കൂട്ടിയിട്ടാണെങ്കിലും ഞാൻ നല്ല സ്പീഡിൽ തന്നെയാണ് കഴിച്ചത്. സ്പീഡ് കൂട്ടിയിട്ടുണ്ടില്ല എന്നല്ല, എങ്കിലും എനിക്ക് നല്ല വിശന്നു. ഞാൻ പിന്നെ അത് കഴിച്ചു. അത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഇടയിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചതിന് ശേഷമുള്ള ഒരു ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചോറ് കഴിക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും ബോട്ടണി ഏകദേശം കവറായി വരുമായിരുന്നു. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ കഴിക്കാൻ പോയത്. അപ്പം ഇടയ്ക്ക് ഒന്നുകൂടി എല്ലാം പഠിച്ച് സെറ്റായി. അങ്ങനെ ഒടുവിൽ ഞാൻ ബോട്ടണി പഠിച്ച് ഗൈസ്. ബോട്ടണി ഞാൻ അത്രയും കവർ ചെയ്ത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ബോട്ടണി കവർ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം കുറേ ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം തൊട്ട് പഠിക്കാണ്ട് വെച്ചിരുന്നായിരുന്നു. അപ്പം ഇപ്പം ഇത് കവർ ചെയ്തു. ആൻഡ് ബോട്ടണി കഴിഞ്ഞ ഗൈസ്. സന്തോഷം. ആൻഡ് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.